നമ്മുടെയൊക്കെ വീടുകളിൽ കാണുന്ന അചേതന വസ്തുക്കൾ ഒരു ഗ്രഹാന്തരീക്ഷത്തിൽ എന്തൊക്കെ സംഭവങ്ങൾക്ക് സാക്ഷി ആകാം എന്ന ചിന്തയാണ് എന്നെ ഈ കഥയിലേക്കും തലക്കെട്ടിലേക്കും നയിച്ചത്. അങ്ങനെ ഒരു വീട്ടിലെ ഭിത്തിയിലെ ക്ലോക്കിൻ്റെ മാനസിക വ്യാപാരങ്ങളിലൂടെയാണ് ഇന്നത്തെ കഥയുടെ ഇതൾ വിരിയുന്നത്. കേട്ടുനോക്കാം. ജീവിതത്തിൽ വളരെയധികം ആലോചനകളും തൂക്കിനോക്കലുകളും ആവശ്യപ്പെടുന്ന ഒന്നാണ് വിവാഹം കഴിക്കാനുള്ള തീരുമാനം. ആഗ്രഹങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഒക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു ദന്തഗോപുരത്തിലായിരിക്കും പങ്കാളികൾ. വിവാഹമോചനമാകട്ടെ കൂട്ടൽ കിഴിക്കലുകളുടെയും വികാര പ്രകടനങ്ങളുടെയും അതിപ്രസരം നിറഞ്ഞതും. അപ്പോഴേക്കും നിരാശയും അന്യതാബോധവും നിറഞ്ഞ മറ്റൊരു തുരങ്കത്തിലെത്തിക്കഴിഞ്ഞിരിക്കും. കിടപ്പുമുറിയിലെ ചുവരിൽ പതിച്ചിരിക്കുന്ന ആൾക്കണ്ണാടിയിൽ നോക്കി നിൽക്കുമ്പോൾ സീതാലക്ഷ്മി ഓർത്ത് നിന്നുപോയി. അച്ഛനമ്മമാർ മാത്രം പ്രധാന ചുമതലക്കാരായി സംഭവിക്കുന്ന വിവാഹത്തിൻ്റെ വഴികളിൽ നിന്നും വിവാഹമോചനത്തിലെത്തുമ്പോൾ അത് രണ്ട് വ്യക്തികളുടെയോ രണ്ട് കുടുംബങ്ങളുടെയോ എന്നതിലുപരി ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഒക്കെ പ്രശ്നമായി മാറുന്നു. ഇന്നത്തെ ഞായറാഴ്ച പതിപ്പിൽ വന്ന സിനിമാ താരത്തിൻ്റെ വിവാഹമോചന വാർത്തയാണ് അവളെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചിന്തിപ്പിച്ചത്. അല്ലാതെ നിങ്ങൾ കേൾവിക്കാർ ഊഹിച്ചെടുക്കാൻ നോക്കിയതുപോലെയുള്ള ഒരു പ്രശ്നവും സീതാലക്ഷ്മിയുടെയും ഗിരിജാവല്ലഭൻ്റെയും കുടുംബജീവിതത്തിൽ ഇന്നുവരെ ഇല്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള സമയങ്ങളൊന്നും അവർ ഒരുമിച്ച് താമസിച്ചിട്ടില്ല എന്നതും കാരണമാകാം. മനോവിചാരങ്ങൾ ഇങ്ങനെയൊക്കെ പോകുന്നതിനെ കാലഘട്ടത്തിൻ്റെ ചിന്താക്കുഴപ്പം എന്നൊന്നും സാഹിത്യ ഭാഷയിൽ പറയുന്നില്ല. കാരണം ഞാൻ ഒരു കഥാകൃത്തല്ല. ഒരു സാക്ഷിയായി നിന്ന് രണ്ടുപേരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം കാണുന്ന ഒരാൾ എന്ന നിലയ്ക്കുള്ള രേഖപ്പെടുത്തൽ മാത്രം. ഒരു പേര് വേണമെങ്കിൽ മാത്രം കാലപുരുഷനെന്നോ സമയപുരുഷനെന്നോ മറ്റോ വിളിച്ചുകൊള്ളൂ. സ്വതന്ത്ര ചിന്താഗതിക്കാരായ സ്ത്രീകൾ സദയം ക്ഷമിക്കണം. എനിക്ക് ലിംഗഭേദമില്ലെങ്കിലും കാലവനിത എന്നോ സമയവനിത എന്നോ പറഞ്ഞ് കേട്ടിട്ടില്ലാത്തത് കൊണ്ട് മാത്രമാണ് എനിക്കിടാവുന്ന പേരിൽ ഇങ്ങനൊരു പുരുഷ ചായലുണ്ടായി പോയത്. കഴിഞ്ഞ 4 വർഷമായി, കൃത്യമായി പറഞ്ഞാൽ സീതാലക്ഷ്മിയുടെയും ഗിരിജാവല്ലഭൻ്റെയും വിവാഹത്തിൻ്റെ അന്ന് വീട്ടിലെത്തിയതാണ് ഞാൻ. വിവാഹ സമ്മാനമായി കിട്ടിയ പൊതികൾ അഴിച്ചു നോക്കുകയും കണക്ക് കൂട്ടുകയും തന്നവരെ കുറ്റം പറയുകയും ഒക്കെ ചെയ്യുന്ന തിരക്കിലും കണ്ട ഉടനെ തന്നെ എന്നെ കയ്യിലെടുത്ത് ആകമാനം ഒന്ന് നോക്കുകയും മുറിയിൽ മാന്യസ്ഥാനത്ത് ഉറപ്പിക്കുകയും ചെയ്യാൻ സീതാലക്ഷ്മിയാണ് പറഞ്ഞത്. വിവാഹശേഷം ആദ്യം ആവശ്യപ്പെട്ട കാര്യം എന്ന നിലയ്ക്ക് ചരിത്രപരമായ പ്രാധാന്യം കൈവന്ന ഒരു നാഴികമണിയായി. അന്നു മുതൽ ഈ ഭിത്തിയിൽ എല്ലാത്തിനും മുഖസാക്ഷിയായി ഞാനുണ്ട്. സീതേ! മുൻവശത്തെ മുറിയിൽ നിന്ന് വന്ന വിളി കണ്ണാടിയിൽ നോക്കി ഏതോ ആലോചനയിൽ മുഴുകി നിന്നയാൾ കേട്ടില്ലെങ്കിലും ചുവരിലിരുന്ന ഞാൻ വ്യക്തമായി കേട്ടു. അപ്പുറത്ത് വിളിക്കുന്നുണ്ടേ. അകത്ത് നിന്ന് ജോലിക്കാരി പറഞ്ഞപ്പോഴാണ് സീതാലക്ഷ്മി ആലോചനയിൽ നിന്നുണർന്നത്. വാതിലിനപ്പുറം വന്നത് ആരെന്നറിയാൻ തുറന്നപ്പോൾ ഫ്ലാറ്റിലെ വാച്ച്മാനാണ്. താഴെ ഉറപ്പിച്ചിരിക്കുന്ന പുതിയ പോസ്റ്റ് ബോക്സിൻ്റെ താക്കോലുമായി വന്നതാണ്. അയാളുടെ നോട്ടം ശരീരത്തിൽ തടഞ്ഞു നിന്നതിൻ്റെ പ്രതിഷേധമായി മുൻവാതിൽ വീശി അടച്ച് മുറിയിലേക്ക് മടങ്ങിയപ്പോൾ ടീപ്പോയിൽ കാലും കയറ്റി വെച്ചിരിക്കുന്ന ഗിരിജനെ കണ്ടു. 2 ചുവട് വെച്ചാൽ മതി കതക് തുറന്ന് ആരെന്ന് നോക്കാൻ. പക്ഷേ അതിനും വിളിക്കും സീതേ എന്ന്. ഗിരിജൻ്റെ നിർവികാരമായ ഇരിപ്പിൽ സീതാലക്ഷ്മിക്ക് തോന്നിയ ദേഷ്യം കണ്ടപ്പോൾ രാവിലെ നടന്ന സംഭവങ്ങൾ മനസ്സിൽ മിന്നിമറഞ്ഞു. ഇവിടെ ഇങ്ങനെ ഒന്നും ചെയ്യാതിരുന്നോണം. രാവിലെ തന്നെ ബാക്കിയുള്ളവരുടെ സ്വസ്ഥത നശിപ്പിച്ചവനെ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കാതെ. വീട്ടിലുണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. തനിയെ പിറുപിറുത്തുകൊണ്ട് കിടപ്പുമുറിയിലേക്ക് കയറിപ്പോയ സീതാലക്ഷ്മിയെ കേട്ടുകൊണ്ട് 9 അടിച്ചു തീർത്ത് ഞാനും മൗനമായി. ചേച്ചി, ജോലിയൊക്കെ തീർത്തു. ചമ്മന്തി അരച്ച് കലക്കി കടു വറുത്ത് വെച്ചിട്ടുണ്ട്. ദോശ ഞാൻ ചുട്ടുവെക്കണോ അതോ? വീട്ടുജോലികളിലെ സഹായി ചോദിക്കുന്നത് കേട്ടു. വേണ്ട, നീ പൊയ്ക്കോളൂ, ഉച്ചകഴിഞ്ഞ് വരണം കേട്ടോ. അകത്തു നിന്നും പറയുന്നതും കേട്ടു. വലിച്ചു വാരിയിട്ടിരിക്കുന്ന ഭിത്തിയലമാരി നോക്കി എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ഗ്രഹനാഥയെ എനിക്ക് കാണാം. ഇന്നൊരവധി ദിവസമാണ്. തലമുടിയിൽ ഇത്തിരി ഉലുവയൊക്കെ തേച്ച് ചട്ടിയിൽ വളരുന്ന കറ്റാർ വാഴയുടെ കാമ്പ് മുഖത്തൊക്കെ ഇട്ട് വിസ്തരിച്ചൊരു കുളി.
അതാണ് അവധി ദിവസങ്ങളിൽ സീതാലക്ഷ്മിയുടെ ശീലം. ഞാൻ പതിവായി കാണാറുള്ളതാണല്ലോ. പിന്നെ ഒന്ന് പുറത്തേക്കിറങ്ങി പച്ചക്കറിയും മീനും ഒക്കെ വാങ്ങിയേ തിരിച്ചെത്തും. ചില ദിവസങ്ങളിൽ ഉച്ച കഴിഞ്ഞുള്ള സിനിമാ കാണലും ഉൾപ്പെടുത്തുന്നത് കാണാം. പ്രോഗ്രാമിലുള്ള ഭേദഗതികളൊക്കെ തന്നെയും സ്വന്തം ഇഷ്ടപ്രകാരമാണ്. ഒക്കെ കണ്ടും കേട്ടും ഇരിക്കുന്ന എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഈ മനുഷ്യന് സ്വന്തമായി ഒരു തീരുമാനവുമില്ലേ എന്ന്. ചുവരിലെ ഈ ഇത്തിരി വട്ടത്തിലിരിക്കുമ്പോൾ ചുറ്റുപാടുകളിൽ നിന്ന് വന്നു വീഴുന്ന ശബ്ദശകലങ്ങളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത് മിക്ക വീടുകളിലും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി എന്നാണ്. അതുകൊണ്ടെന്താ, ഒരു കൂട്ടില്ലാതെ ഒറ്റയ്ക്കാണല്ലോ എന്നതിൽ എനിക്ക് ഒരു ഖേദവും തോന്നാറില്ല. ഞാൻ തീരുമാനിക്കുന്നിടത്താണല്ലോ എൻ്റെ സൂചികളും ചലനവും സമയവും. ഇന്നിപ്പോൾ ഇവിടെ രാവിലെ തന്നെ അന്തരീക്ഷം മൂടിക്കെട്ടി നിൽക്കുകയാണ്. പതിവ് പോലെ യോഗ ചെയ്യാനായി കുപ്പായമെടുക്കാൻ അലമാരി തുറന്നപ്പോഴാവണം സീതാലക്ഷ്മി തട്ടിനുള്ളിൽ കിടന്നിരുന്ന കറുത്ത എലിക്കാട്ടം കണ്ടത്. പിന്നെ ആകെ ഒരു ബഹളമായിരുന്നു. അലമാരിയിലെ തുണികളൊക്കെ കട്ടിലിലേക്ക് എടുത്തിട്ടിട്ടുണ്ട്. രാത്രിയിൽ അലമാരയുടെ വാതിൽപ്പാളി ചേർത്തടയ്ക്കാത്തതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും മുൻവശത്തെ സോഫായിലിരിക്കുന്ന ഗിരിജൻ്റേതാണ് എന്നുറക്കെ സ്ഥാപിക്കുന്നതിനിടയിലാണ് വാതിൽ മണി മുഴങ്ങിയത്. അപ്പോഴാണ് ഗിരിജൻ്റെ വിളി ഉയർന്നതും സീതാലക്ഷ്മി അങ്ങോട്ട് പോയതും. അങ്ങനെ താളം എന്ന് പേരിട്ടിരിക്കുന്ന ഈ വീട്ടിൽ ഇന്നത്തെ ദിവസം തുടങ്ങിയത് തന്നെ താളം തെറ്റിയാണ്. ഇന്ന് എന്നല്ല, കഴിഞ്ഞ 2 ദിവസമായി ഇവിടെ ഈ വീട്ടിലെ രീതികൾ ഒക്കെ ഒന്ന് മാറി മറിഞ്ഞിരിക്കുന്നു. ഇത്രയ്ക്ക് അസ്വസ്ഥത ഉണ്ടാക്കാനുള്ളതുണ്ടോ എന്നത് ഇത് വായിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന നിങ്ങളെപ്പോലെ എനിക്കും തോന്നിയതാണ്. പക്ഷേ ഞാനൊന്നും പറയാൻ പോകുന്നില്ല. കാരണം ഭിത്തിയിൽ സുരക്ഷിത സ്ഥാനത്തിരിക്കുന്ന എനിക്ക് എന്തും പറയാം. അതാവും കേൾക്കുന്നവരുടെ മനസ്ഥിതി. അതുകൊണ്ട് മൗനം വിദ്വാന മാത്രമല്ല, ചില സമയങ്ങളിൽ എല്ലാവർക്കും ഭൂഷണമാണ്. ഇന്നേക്ക് ഒരു ദിവസം പിന്നിലത്തെ രാത്രി നേരമാണ് സീതാലക്ഷ്മി അവനെ ആദ്യം കണ്ടത്. അതിനും ഒരാഴ്ച മുൻപ് തന്നെ ഞാൻ അവനെ കണ്ടിരുന്നു. ആദ്യം രാത്രികാലങ്ങളിൽ ഫ്ലാറ്റിലെ വെളിച്ചം അണഞ്ഞ ശേഷം മാത്രമേ അവൻ പ്രത്യക്ഷപ്പെട്ടിരുന്നുള്ളൂ. അടുക്കളയുടെ ഭാഗത്തെ ബാൽക്കണി വഴിയാവണം അകത്തേക്ക് കയറിയത്. മൊബൈൽ ഫോൺ റിസീവർ ഭർത്താവിൻ്റെ ചുണ്ടാണെന്നുള്ള സങ്കല്പത്തിൽ ഗുഡ് നൈറ്റിൻ്റെ ഒപ്പമുള്ള അമർത്തിയ ഉമ്മയും മറുപുറത്തു നിന്ന് കേട്ട പ്രതികരണവും ആസ്വദിച്ച് ഒരു പാട്ടുമൂളി വെളിച്ചം അണച്ച് സീതാലക്ഷ്മി മുറിയിലേക്ക് പോയതിൻ്റെ പിന്നാലെ ഞാനും ഓരോരോ ചിന്തകളിലായിരുന്നു. ഈ കണ്ട മനുഷ്യരുടെ ഒക്കെ ജീവിതങ്ങൾ നിയന്ത്രിക്കുന്നത് എന്നെപ്പോലെയുള്ള എത്രയോ സമയചാലകരാവാം എന്ന ചിന്തയിൽ തുടങ്ങി ലോകം മുഴുവൻ ഉറങ്ങുന്ന ഈ സമയങ്ങളിലും ഉണർന്നിരുന്ന മനുഷ്യരാശിയെ സേവിക്കുന്ന എന്നെപ്പോലെയുള്ളവരെ കുറിച്ചുള്ള ആത്മരതിയിൽ മയങ്ങിയിരിക്കുമ്പോഴാണ് ഊണുമേശയുടെ മുകളിൽ കണ്ണുകളുടെ നക്ഷത്രത്തിളക്കം കണ്ടത്. ചൂണ്ടുവിരലോളം പോകുന്ന ഒരിത്തിരി കുഞ്ഞൻ. നിറം നല്ല കറുപ്പിലേക്ക് എത്തിയിട്ടില്ല. വാലിൻ്റെ നീളവും വളരെ കുറവ്. എന്നാൽ പിരിപിരിപ്പിനും വേഗതയ്ക്കും ഒരു കുറവുമില്ല. ചലനങ്ങളിൽ അമിതമായ ആ ആവേശം കൊണ്ട് തന്നെയാണ് അവൻ വീട്ടമ്മയുടെ കണ്ണിൽ പെട്ടതും. പതിവ് പോലെ മാസാന്ത്യ അവധിക്ക് വരുന്ന ഗിരിജനെ പ്രതീക്ഷിച്ച് ഏതോ കരച്ചിൽ പരമ്പര കണ്ടിരുന്നയാൾ കുഞ്ഞൻ്റെ ആദ്യത്തെ ചില ചലനങ്ങൾ കണ്ടതേയില്ല. മേശപ്പുറത്തെ പരന്ന പാത്രത്തിൽ വെച്ചിരുന്ന ആപ്പിളുകൾക്ക് മുകളിൽ കൂടി അവൻ മണത്ത് നടക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ പറയാൻ നോക്കിയതാണ്, എന്ത് കാര്യം, ശബ്ദിച്ച് ഒന്നറിയിക്കാൻ പിന്നെയും 10 മിനിറ്റ് കാത്തിരിക്കണമായിരുന്നു. ടെലിവിഷൻ നിർത്തി വായനയിലേക്ക് കടക്കാനൊരുങ്ങിയ സീതാലക്ഷ്മി ഇരിപ്പിൻ്റെ ആ സ്ഥാനചലനത്തിലാണ് ഊണുമുറിയിൽ നിന്ന് അടുക്കളയിലേക്ക് പാഞ്ഞ അവനെ കണ്ടത്. കണ്ടതും ഉണ്ടായ ആദ്യ പ്രതികരണം എന്നെയും ഞെട്ടിച്ചു കളഞ്ഞു. അയ്യോ എലി എന്ന അലർച്ചയും സെറ്റിയിൽ കുത്തിയിരിക്കലും ഒരുമിച്ചായിരുന്നു. കൃത്യം അതേ നിമിഷത്തിൽ തന്നെ സ്വീകരണ മുറിയിലെ മണി മുഴങ്ങുകയും ചെയ്തു. സെറ്റിയിൽ നിന്ന് ചാടി ഇറങ്ങിച്ചെന്ന് കതവ് തുറന്നിട്ട് പുറത്തുനിന്ന് പ്രവേശിച്ച ഗിരിജൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിക്കുകയാണ് ഉണ്ടായത്. നീ വിടൂ, ഞാൻ അങ്ങോട്ടല്ലേ വരുന്നത് എന്ന് പറഞ്ഞ ഗിരിജൻ ആദ്യം ഒന്ന് അമ്പരക്കുക തന്നെ ചെയ്തു. ഭാര്യ തന്നെ ഇത്ര കാത്തിരിക്കുകയായിരുന്നോ എന്ന തോന്നലിൽ പുളകമണിഞ്ഞു എന്ന് തന്നെ പറയാം. അതല്ല, ഒരെലി ഇപ്പോൾ ഓടിപ്പോയി അടുക്കളയിലേക്ക്. ഗിരിജൻ ഒന്ന് പിടിക്കുമോ? എനിക്ക് പേടിയായി കൂട്ടങ്ങളെ. ആഹാ, അതാണോ? ഞാൻ വിചാരിച്ചു നീ എന്നെ കണ്ട സന്തോഷത്തിലാണെന്ന്. വെറുതെ ഓരോന്ന് ആശിച്ചുപോയി. ഈ രാത്രിയാണോ എലിപിടുത്തം? ഏതായാലും 3-4 ദിവസം ഉണ്ടല്ലോ, ഇത്തവണ പിടിച്ചു കളയാം. വേണ്ട മോനെ വേണ്ട, ഇതെന്താ ന്യൂ ജനറേഷൻ സിനിമ ഡയലോഗ് പോലെ പറഞ്ഞിട്ട് അകത്തേക്ക് നടന്നയാൾക്ക്
ആ സംസാരം തീരെ രസിച്ചിട്ടില്ല എന്നത് നോക്കിയിരുന്ന എനിക്ക് മനസ്സിലായിട്ടും ഗിരിജന് മനസ്സിലായില്ല. അല്ലെങ്കിൽ ഈ ഭർത്താക്കന്മാരൊക്കെ ഇങ്ങനെയാണ്. എന്ത് എവിടെ പറയണം എന്ന ബോധം പലപ്പോഴും വളരെ കുറവാണ്. അന്ന് രാത്രി ഭാര്യയെ സമാധാനിപ്പിക്കാനായി ഊണുമുറിയിലും അടുക്കളയിലും ഒക്കെ ഒന്ന് പരതി നോക്കിയെങ്കിലും ഗ്യാസ് സിലിണ്ടറിൻ്റെ പിന്നിലിരുന്ന അവനെ ഞാനല്ലാതെ മറ്റാരും കണ്ടതേയില്ല. സാധാരണ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് ജീവസുറ്റതാകാറുള്ള അത്താഴ സമയം അന്ന് അങ്ങനെയേ ആയിരുന്നില്ല. എവിടെ നിന്നെങ്കിലും അനക്കം കേൾക്കുന്നുണ്ടോ എന്ന ശ്രദ്ധയിൽ കസേരയിൽ ചമ്മറം പണിഞ്ഞിരുന്ന് ചുറ്റും നോക്കുന്ന സീതാലക്ഷ്മി ചുവരിലിരുന്ന് എന്നെ കൂടെ ചിരിപ്പിച്ചു. ഒരു നോട്ടം കൊണ്ടും മൂളൽ കൊണ്ടുമൊക്കെ 6 അടി പൊക്കക്കാരൻ ഗിരിജനെ അനുസരിപ്പിക്കുന്ന ഒരാൾക്ക് കഷ്ടിച്ച് സ്വന്തം ചുണ്ടുവിരലിൻ്റെ വലിപ്പമുള്ള ഒന്നിനെ ഇത്ര പേടിയോ എന്നോർത്തു പോയിരുന്നു ഞാൻ. ഈ മനുഷ്യന്മാരുടെ രീതികൾ എത്ര വിചിത്രമാണെന്നൊരു ധാരണ മുൻപേ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പറയുന്നതായിരിക്കില്ല പിന്നീട്. ഒന്നിനും ഒരു കൃത്യതയും വ്യക്തതയും ഇല്ലാത്ത അഭിപ്രായങ്ങളും രീതികളും. 4 ദിവസത്തെ അവധിക്ക് വന്ന ഗിരിജൻ്റെ പിന്നീടുള്ള ദിവസങ്ങൾ എങ്ങനെയാവും എന്നതിൻ്റെ ഒരു തിരനോട്ടം മാത്രമാണ് രാത്രിയിൽ കണ്ടത്. സീതാലക്ഷ്മിയുടെ സമനില തകർക്കാനായി മാത്രം അവൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടേയിരുന്നു. ദിവസത്തിൽ 2 തവണ വന്നു പോയിരുന്ന ജോലിക്കാരിയോ മുഴുവൻ സമയവും വീട്ടിലുണ്ടായിരുന്ന ഗിരിജനോ ഒരിക്കൽ പോലും അവനെ കാണുകയുമുണ്ടായില്ല. സ്റ്റോർ മുറി ഒതുക്കി വെക്കാൻ കയറിയപ്പോഴുള്ള ഭ്രാന്തമായ വൃത്തിയാക്കൽ കണ്ട ഗിരിജൻ ഇടയ്ക്കെപ്പോഴും നിയന്ത്രണം വിട്ട് വല്ലാതെ ദേഷ്യപ്പെടുകയും ചെയ്യുന്നത് കേട്ടിരുന്നു. മാസത്തിലൊരിക്കലുള്ള വരവിൽ ഒരു രാത്രിയും പകലും വെറുതെ പോയ നിരാശയും ആ ശബ്ദമുയർത്തലിൽ ഉണ്ടായിരുന്നിരിക്കണം. ഗിരിജാവല്ലഭൻ മുഖം വീർപ്പിച്ച് വാർത്താ ചാനലുകൾ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. 4 മണിക്ക് ചായ എടുക്കാൻ അടുക്കളയിൽ കയറിയ സീത കറുത്ത നിറത്തിൽ പിരിപിരാ നിലത്ത് കിടക്കുന്നത് കാണിച്ച് അത് എലിക്കാട്ടമാണെന്ന് തന്നെ തറപ്പിച്ചു പറഞ്ഞു. എന്തോ എനിക്കറിയില്ല, നീ അങ്ങനെ തന്നെ ഉറപ്പിച്ചോളൂ, എനിക്ക് തർക്കമില്ല, പോരെ. ഇത് കാണിക്കാനാണ് നീ എന്നെ വിളിച്ചു വരുത്തിയത്. തൂങ്ങി തൂങ്ങി നടന്ന അയാൾ അന്നത്തെ ദിവസവും നഷ്ടപ്പെടുത്തും എന്നത് ഏതാണ്ട് ഉറപ്പായിരുന്നു. വൈകുന്നേരം പുറത്തു പോയി വന്ന അയാൾ വിജയഭാവത്തിൽ കയ്യിലുണ്ടായിരുന്ന മഞ്ഞ നിറമുള്ള ഒരു ചതുരക്കൂട് കാണിച്ചു. 2 or 3 എലികളുടെ ചിത്രം പതിച്ച ആ കൂടിൽ കുഞ്ഞിനെ കൊടുക്കാനുള്ള തന്ത്രമുണ്ടായിരുന്നു. പിന്നിൽ നിന്നും ചുറ്റിപ്പിടിച്ച കൈകളോട് പൂർണ്ണമായും സഹകരിച്ച് ചേർന്ന് നിന്ന അവളുടെ മുഖം സന്തോഷം കൊണ്ടോ ഉത്സാഹം കൊണ്ടോ എന്നറിയില്ല തിളങ്ങുന്നത് പോലെ തോന്നിപ്പിച്ചു. സാരി ഞൊറിവുകൾക്കിടയിലൂടെ കൈകൾ കടത്തി വയറിൽ ചേർത്ത് പിടിച്ച് ചെവിയുടെ കടയ്ക്കൽ തുടങ്ങിയ ഒരു ഉമ്മയിൽ അനങ്ങാതെ നിന്ന സീതാലക്ഷ്മി പ്രതിരോധമില്ലാതെ ദുർബലയായി തുടങ്ങിയ നിമിഷത്തിലാണ് സ്വീകരണ മുറിയിൽ വെച്ചിരുന്ന പാട്ടുപെട്ടിയുടെ മുകളിൽ ഒരനക്കം ഞാൻ കണ്ടത്. താഴേക്കു വരരുത്, മൂന്നാമതൊരാൾക്ക് അവകാശമില്ലാത്ത സ്വകാര്യ നിമിഷങ്ങൾ ഇല്ലാതാക്കരുത്. ഞാൻ പറയാൻ ശ്രമിച്ചെങ്കിലും കേവലം ഒരു നാഴികമണിയുടെ എല്ലാ പരാധീനതകളോടും കൂടി ചുവരിലിരിക്കാനല്ലേ എനിക്ക് കഴിയൂ. ഒരു വൃത്തം പൂർത്തിയാക്കി വരുന്ന മിനിറ്റ് സൂചിയുടെ ശബ്ദത്തിന്മേൽ പോലും നിയന്ത്രണമില്ലാതെ വലത്ത് കൈകൊണ്ട് ഭാര്യയെ തന്നോട് ചേർത്ത് പിടിച്ച് സന്ദർഭത്തിൻ്റെ പിരിമുറുക്കം നഷ്ടപ്പെടാൻ സമ്മതിക്കാതെ കിടപ്പുമുറിയിലേക്ക് നീങ്ങി തുടങ്ങിയിരുന്ന ഗിരിജൻ്റെ നീക്കത്തിൽ ഒരു പാളിച്ചയുമില്ലായിരുന്നു. കതകിൻ്റെ പിടിയിൽ കൈവച്ച അതേ നിമിഷത്തിൽ കൃത്യം അവളുടെ കാൽപാദത്തിലേക്ക് ചാടി ഓടിയ കുഞ്ഞൻ്റെ കണ്ണുകളിലും മീശയുടെ തുമ്പത്തും ഒരു കുസൃതി ചിരി നിന്നിരുന്നു. കൈകൾ തട്ടിമാറ്റി സോഫയിൽ ചാടിയിരുന്ന സീത എലിയെ കൊല്ലാതെ തനിക്ക് സമാധാനമുണ്ടാവില്ല എന്നുറക്കെ പ്രഖ്യാപിച്ചതോടെ തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്നത് ഭർത്താവിന് മനസ്സിലായി കാണണം. ഏതായാലും പിന്നത്തെ 24 മണിക്കൂർ സമയം ഞങ്ങളുടെ ഈ ഫ്ലാറ്റിൽ ശക്തമായ എലിവേട്ട തന്നെയായിരുന്നു. എല്ലാ കതകുകളുടെയും മുന്നിൽ 2ആയി നീളത്തിൽ മടക്കിയ പേപ്പറിൽ എലിപ്പശ ഒട്ടിച്ചു വെച്ചു മുറികളുടെ മുക്കും മൂലയും വരെ വൃത്തിയാക്കിച്ചു ജോലിക്ക് വരുന്ന ചേച്ചിയുടെയും ഗിരിജൻ്റെയും ക്ഷമ പരീക്ഷിച്ചുകൊണ്ടിരുന്നു. എന്തൊക്കെ ചെയ്തിട്ടും ഫലമുണ്ടായില്ല എന്നു മാത്രമല്ല, ഇടയ്ക്കിടെ മനോഹരമായ സരസ നൃത്തച്ചുവടുകൾ വെച്ച് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് കുഞ്ഞനെലി സീതാലക്ഷ്മിയെ മോഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. വാഷിംഗ് മെഷീന് മുകളിലും കുളിമുറിയുടെ മൂലയിലും മുൻവശത്തെ കസേരകളിലും രാവിലെ കണ്ട ചെറിയ കറുത്ത പൊട്ടുകളിലൂടെ കുഞ്ഞൻ തൻ്റെ സാന്നിധ്യം ഉറപ്പിച്ചിരുന്നു. തിരക്കേറിയ റോഡിൽ പായുന്ന വാഹനങ്ങളെ അനുകരിച്ചെന്ന പോലെ എലികൾ അവളുടെ സ്വപ്നത്തിലൂടെ പാഞ്ഞു നടന്നു.
കരണ്ടിട്ട മുടിയിഴകളുടെ ഉരസൽ മുഖത്തറിഞ്ഞിട്ടെന്നവണ്ണം ഞെട്ടിയുണർന്ന് ചുറ്റും നോക്കിയ അവൾ ശരീരത്തിൽ സ്പർശിച്ച് മുന്നോട്ട് മെല്ലെ നീങ്ങിത്തുടങ്ങിയ കൈകളെ തട്ടിയെറിഞ്ഞ് എലി അരിച്ചു നടക്കുന്നു എന്ന് അലറി വിളിച്ചു. രാത്രി ഉറക്കം സുഖമാവാതെ വീർത്ത കൺപോളകളുമായി ഉണർന്നു വന്ന സീതാലക്ഷ്മി ഭർത്താവ് പോകാൻ ഇനി ഒരു ദിവസമേ ബാക്കിയുള്ളൂ എന്നതിലുപരി കുഞ്ഞിനെ പിടിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് അസ്വസ്ഥയായി. നിരാശനായ ഗിരിജൻ തൻ്റെ ഇത്തവണത്തെ അവധിയിലും എലിപ്പശയിലുമുള്ള പ്രതീക്ഷകൾ തീർത്തും കൈവിട്ടിരുന്നു. പകൽ മയക്കത്തിൻ്റെ ആലസ്യത്തിൽ ചായ എടുക്കാൻ അടുക്കളയിലേക്ക് നീങ്ങിയ കണ്ണുകൾ തിളങ്ങുന്നതും മുഖം തെളിയുന്നതും കണ്ടാണ് ഞാൻ ശ്രദ്ധിച്ചത്. അടുക്കളയിലെ ചുവരലമാരിയിൽ വെച്ചിരുന്ന കടലാസിൽ ഒട്ടിയിരിക്കുന്ന കുഞ്ഞ്. അവൻ്റെ ദീനമായ നോട്ടവും പാവത്തം നിറഞ്ഞ കിടപ്പും എന്നെ മാത്രമേ അലോസരപ്പെടുത്തിയുള്ളൂ. വിജയഭാവത്തിൽ ഗിരിജനെ വിളിച്ച് കാണിക്കുമ്പോഴോ നാലായി മടക്കിയ കടലാസ് പ്ലാസ്റ്റിക് കവറിലിട്ട് താഴെ കളയാൻ കൊടുത്തയക്കുമ്പോഴും സീതാലക്ഷ്മിയുടെ മുഖം യുദ്ധം ജയിച്ച ഒരു പോരാളിയെപ്പോലെയായിരുന്നു. ഒരു മരണവും ജനനവും ഒക്കെ നിമിഷങ്ങൾ കൊണ്ട് ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചോർത്ത് ഞാനും ഒരു ചിന്തകനായി. കിടപ്പുമുറിയിലെ വിരികൾ മാറ്റി വിരിച്ചും അടുക്കളയിൽ ഗിരിജന് പ്രിയപ്പെട്ട ആഗോലി മസാല ഉണ്ടാക്കിയും കഴിഞ്ഞുപോയ 2 ദിവസങ്ങളുടെ നഷ്ടം തീർക്കാൻ സീതാലക്ഷ്മി ഉറപ്പിച്ചിരുന്നു. മുറികളിൽ നിരത്തിയിരുന്ന പശക്കടലാസുകൾ എടുത്തു മാറ്റിയും പുറത്തേക്ക് തല കാണിച്ചു തുടങ്ങിയിരുന്ന വെളുത്ത ചില മീശരോമങ്ങളെ ചായം പൂശിയും സമൃദ്ധമായി വാരിപ്പൂശിയ ആഫ്റ്റർ ഷേവിൻ്റെ സുഗന്ധം കൊണ്ടും പരിസരത്തിൽ വന്ന മാറ്റത്തിനൊപ്പം നിൽക്കാൻ ഗിരിജനും ശ്രമിച്ചു. ചാട്ടത്തിലും ഓട്ടത്തിലുമൊക്കെ ഇത്രയേ ഉള്ളൂ കാര്യം എന്ന ലോക തത്വത്തിൽ മുറുകി പിടിച്ചുകൊണ്ട് ഞാൻ അടഞ്ഞ കതകിനപ്പുറത്തെ ചലനങ്ങൾ ശ്രദ്ധിക്കാതെയിരുന്നു. ഗൃഹാന്തരീക്ഷത്തിൽ വന്ന അയവ് എനിക്കും സന്തോഷം തന്നെയായിരുന്നു. 12 മണി അടിച്ച ക്ഷീണത്തിൽ ഇനി കുറച്ചു സമയം വിശ്രമം എന്ന് മനസ്സിലോർത്ത് ഞാൻ കിടപ്പുമുറിയുടെ കതക് തുറക്കുന്ന ചലനമറിഞ്ഞാണ് നോക്കിയത്. തുറന്ന കതകിലൂടെ അഴിഞ്ഞ മുടിയുമായി എഴുന്നേറ്റിരിക്കുന്ന സീതാലക്ഷ്മിയെ കാണാമായിരുന്നു. പാതിയിൽ നിർത്തിയ മേളപ്പദ പെരുക്കത്തിൻ്റെ ആലസ്യത്തിൽ പുറത്തേക്ക് വരുന്ന ഗിരിജനെയും അടുത്തു വന്നപ്പോൾ വ്യക്തമായി കയ്യിലെ വെളുത്ത കടലാസിൽ കറുത്ത പൊട്ടുകൾ. എൻ്റെ ദീർഘനിശ്വാസം കേട്ടിട്ടാണ് മുകളിലേക്കൊന്ന് നോക്കി സമയത്തിൽ തട്ടി ഒരു നിമിഷം നിന്ന ഗിരിജൻ പശയുടെ മഞ്ഞ കവർ നോക്കി സ്റ്റോർ മുറിയിലേക്ക് നടന്നു. ഞാൻ എന്തു പറയാൻ, ഒക്കേറ്റിനും സാക്ഷിയായി നിശബ്ദം നിൽക്കുക എന്നതല്ലേ കാലത്തിന് ചെയ്യാനാവൂ.